ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലെ തെളിവുകൾ പുറത്തുവിട്ടുണ്ട്. ഇപ്പോൾ പുതിയ 6 സാക്ഷികൾ കൂടി ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ 100ഓളം അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഇൻഫർമേഷനുകൾ? കഴിഞ്ഞ ദിവസം പുതിയ 6 സാക്ഷികളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഷിബിലി, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ പോയിന്റ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് നിന്ന് 60ഓളം വരുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. പുതിയതായി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ഇന്നിപ്പോൾ മിക്കവാറും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാകും എന്ന് കേൾക്കുന്നു. അത് ചിലപ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മംഗലാപുരത്ത് വെച്ചായിരിക്കും എന്നറിയില്ല. അപ്പോൾ അതിലാണ് സ്ഥിരീകരണം വരിക. പക്ഷെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നൊരു കാര്യം, അത് 60-ലധികമല്ല 100-ലധികം വരുന്ന അസ്ഥിയുടെ ഭാഗങ്ങൾ ആണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്നത്. അതിലൊരു തലയോട്ടിയുണ്ട്, പിന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥി കൂടിയുണ്ട്. ഈ രണ്ടും മാറ്റിവെച്ചാൽ പോലും ഏറ്റവും കുറഞ്ഞത് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 4 പേരുടെയെങ്കിലും അസ്ഥി ഭാഗങ്ങളായിരിക്കും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വലിയ പ്രശ്നം, അതിന് 2 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ എന്നുള്ള ഊഹങ്ങളൊക്കെ പുറത്തു പോകുന്നുണ്ട്. നമുക്കറിയില്ല, 2 കൊല്ലത്തെ പഴക്കമേ ഉള്ളെങ്കിൽ ഈ സാക്ഷി പറഞ്ഞിട്ടുള്ള തെളിവുകളിൽ പെട്ടതായിരിക്കില്ല, അല്ലാതെ തന്നെയുള്ള അസ്ഥികളിലായിരിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും ശരി, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ തോതിൽ അന്വേഷണം നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്നേക്കുന്നത് 13ാമത്തെ പോയിന്റ്, അതായത് കഴിഞ്ഞ തവണ 11ാമത്തെ പോയിന്റിൽ പകുതിക്ക് വെച്ച് നിർത്തിയിരുന്നു. പിന്നെ ഇന്നിപ്പോൾ 12, 13 അടക്കം എല്ലാ പോയിന്റുകളിലും അവർ കുഴിച്ച് പരിശോധന നടക്കുകയാണ്. അപ്പോൾ ഈ 13ാമത്തെ പോയിന്റ് സാധാരണ പോയിന്റുകൾ പോലെയല്ല. അത് സ്നാനഘട്ട എന്ന് പറയുന്ന ആളുകൾ വന്ന് കുളിക്കാൻ വേണ്ടി നദിയുടെ സൈഡത്ത് വരുന്ന ആ സ്ഥലമാണ്. പണ്ട്, അതായത് ഇദ്ദേഹം പറയുന്ന സമയത്ത് 1995 2014 മുമ്പുള്ള കാലഘട്ടത്തിൽ അതൊരു ചെറിയ വഴിയായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ ഇദ്ദേഹം ഈ ഡെഡ് ബോഡി കുഴിച്ചിടാൻ വരുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് 6 പേർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറയാൻ കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള 6 പേര് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം കുഴിച്ചിടുന്നത് കണ്ടുവെന്നും ഈ ഡെഡ് ബോഡി കുഴിച്ചിടുന്നതിനെക്കുറിച്ച് ഇത്തരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നും പറഞ്ഞ് ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇവരെല്ലാവരും തന്നെ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ആ സ്ഥലങ്ങൾക്കും അപ്പുറത്തേക്ക് ഇനി ഏതാണ്ട് 70ഓളം സ്പോട്ടുകൾ കൂടിയുണ്ട്. ആ 70ഓളം സ്പോട്ടുകളിൽ പലതും നേരത്തെയുള്ള ഇവിടുത്തെ ധർമാധികാരിയായിട്ടുള്ള ഇതിൻ്റെ സംശയിക്കപ്പെടുന്ന ആളുകളുടെ തന്നെ സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കൂടി അന്വേഷണം പോകുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പുതിയ അറിവുകൾ കൂടി വരികയുള്ളൂ. ഇപ്പോൾ ഏതാണെങ്കിലും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് 4ഓളം പേരുടെ, ഏറ്റവും കുറഞ്ഞത് 4 പേരുടെയെങ്കിലും അസ്ഥിയുടെ ഭാഗങ്ങളായിരിക്കും എന്നുള്ളതാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കിട്ടുന്ന കാര്യം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ പ്രദേശവാസികളായിട്ടുള്ള 6 പേർ തന്നെ ഇത്രയും കാലം അവർ വന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടി വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും, അല്ലെങ്കിൽ കുറേ കൂടി ആളുകളും ജനങ്ങളും മീഡിയകളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അവരും കൂടി വന്ന് ഇദ്ദേഹം ഈ 13ാമത്തെ പോയിന്റിൽ മൃതദേഹം കുഴിച്ചിടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിടുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അവിടെ 1-ലധികം പേരെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കുഴിച്ചിടുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ് ഈ 6 പേരും വന്ന് മൊഴി കൊടുത്തേക്കുന്നത്. അവരത് കോടതിയിൽ പോലും പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി കൊടുത്തേക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഇത് അട്ടിമറിക്കാനും ഇതെങ്ങനെ ഈ അന്വേഷണം തടസ്സപ്പെടുത്താനും ഒക്കെയുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു വിവരവും ഒഫീഷ്യലി പുറത്ത് ഇതേവരെ വിട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്നൊന്നും കിട്ടിയില്ല, ഇതിൽ വലിയ കഥയൊന്നുമില്ല, ഇയാൾ പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ വലിയ മൗനത്തിലാണ്, മഹാമൗനത്തിലാണ്.